വെൽക്കം ടു സ്റ്റോറി സ്റ്റെയർ ഭാഗം 39. അമൃതയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ ദിവസം വന്നെത്താൻ പോവാ. വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രാത്രി അവൾ ആലോചിച്ചു. അന്നത്തെ ആ സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് വിക്രമിന്റെ വധുവായിരിക്കേണ്ടത് താനാണെന്ന് അവൾ ആലോചിച്ചു. പെട്ടെന്നാ ഫോൺ ബെല്ലടിച്ചത്. ഹായ് അമൃത, ഗുഡ് മോർണിംഗ്. ഞാൻ ജിഷ, ഡിസൈൻ ടീമിലുള്ളത്. ഇന്നലെ മെസ്സേജ് ചെയ്തില്ലേ? ഞങ്ങളിതാ കളമശ്ശേരിന്ന് പുറപ്പെടുക. അമൃത ആലുവയില് വെയിറ്റ് ചെയ്യല്ലോ. ജിഷ ഒറ്റ ശ്വാസത്തിലായി ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ റെഡിയാവുന്നു, 10 മിനിറ്റിലെത്തും എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ ആ കോള് കെട്ടയും. ശേഷം മനസ്സിലാ മനസ്സോടെ റെഡിയാവാനായി പോയി. പോവാൻ തയ്യാറായി ഇറങ്ങുമ്പോഴും അച്ചു നല്ല ഉറക്കത്തിലായിരുന്നു. അച്ചുവിനെ വിളിച്ചുണർത്താതെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത്, അമ്മ പോയി വരാം, 3 ദിവസം കഴിഞ്ഞേ അമ്മ വരൂ, അത് കഴിഞ്ഞ് അമ്മ പെട്ടെന്ന് വരും, അതുവരെ മോൻ നല്ല കുട്ടിയായിട്ടിരിക്കണം. അമൃത അച്ചുവിന്റെ ചെവിയിൽ മന്ത്രിക്കുമ്പോഴും അച്ചു നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു ദിവസം പോലും ആരിനെ പിരിഞ്ഞിരിക്കാൻ അമൃതയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എവിടെയാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും ഒരു നേരമെങ്കിലും തന്റെ കുഞ്ഞിനെ കാണാൻ അവൾ എത്തുമായിരുന്നു. അവനെ കാണാത്ത ഒരു ദിവസം പോലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആ പെട്ടിയെടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത്. അങ്ങനെ ശേഷം ആലുവയിലെത്തി. KG ഗ്രൂപ്പിന്റെ സ്റ്റാഫും ഡിസൈൻ ടീമിലെ 2 ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. രാവിലെ 6 മണിക്ക് തന്നെ വണ്ടി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. ഈ സമയം അവളുടെ മനസ്സിൽ ഉറവ, അതായത് വേദനയുടെ ഉറവ പൊട്ടാൻ തുടങ്ങിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ നഗരത്തിലേക്ക്. അവൾ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. ശ്രീദേവുമൊത്തുള്ള പ്രണയം പൂത്തത് ആ നഗരത്തിൽ വെച്ച. അത് കൊഴിഞ്ഞു വീണതും അവിടെ തന്നെ. ആ ഓർമ്മകളാണോ അതോ ശ്രീദേവിന്റെ വിവാഹക്കാരിയാണോ അവളുടെ മനസ്സിൽ കരിനിഴൽ വീഴ്ത്തുന്നതെന്ന് അമൃതയ്ക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ ചിലപ്പോൾ രണ്ടും കൂടെ ആയിരിക്കാം. എന്തായാലും അവൾക്ക് ആ യാത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് അവളുടെ മുഖത്ത് എഴുതി വെച്ചിരുന്നു. ആ ബസിന്റെ സൈഡ് സീറ്റിലാ അമൃത ഇരുന്നത്. പുറത്തുനിന്നുള്ള തണുത്ത കാറ്റടിച്ചതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി അവൾ ഉറങ്ങാത്തതുകൊണ്ടും അവൾ സുഖമായിട്ട് ഉറങ്ങി. ഇടയിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. ബാംഗ്ലൂരിലേക്ക് അടുക്കും തോറും പഴയ പല ഓർമ്മകളും അവളുടെ മനസ്സിൽ തലപൊക്കി. വൈകിട്ട് അവരെ സ്റ്റാൻഡിലെത്തി. കൂടെയുള്ളവർ നമ്മളെത്തി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അമൃത ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. അവിടെ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നും മാറാത്തതുപോലെയും അവൾക്ക് അനുഭവപ്പെട്ടു. 5 വർഷം മുമ്പ് തന്നെ യാത്ര അയച്ച നാടാണിത്. ഇവിടെ വെച്ച് തന്നെ എല്ലാം തുടങ്ങുന്നതും. ആ ദിവസം അവൾ ഒരിക്കലും മറക്കില്ല. അതൊരു ക്രിസ്മസ് വെക്കേഷൻ ടൈമായിരുന്നു. അവൾ നാട്ടിലേക്ക് പോവാൻ കൂട്ടുകാരോടൊപ്പം ബസ് സ്റ്റോപ്പിലെത്തി. യാത്ര അയക്കാൻ ഒരു കൂട്ടം സുഹൃത്തുക്കൾ എത്തിയിരുന്നു. ഒപ്പം പഠിച്ചിരുന്നവര് മാത്രമല്ല, ക്ലാസ്മേറ്റും അവരുടെ കൂട്ടുകാരും യൂണിവേഴ്സിറ്റിയിലെ മറ്റു ഫ്രണ്ട്സുമാരും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ കൂട്ടത്തിൽ ശ്രീദേവും ഉണ്ടായിരുന്നു. അവൻ യൂണിവേഴ്സിറ്റി തന്നെ MBBS പഠിക്കുമായിരുന്നു. അവൻ എന്തിനാ അവരോടൊപ്പം അങ്ങോട്ട് വന്നതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. അവർ തമ്മിൽ അത്ര വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള സൗഹൃദ കൂട്ടങ്ങളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് മാത്രം. ബസ് എടുക്കാൻ ടൈമായപ്പോൾ അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു ബസ്സിനടുത്തേക്ക് നടന്നു. എല്ലാ കൂട്ടുകാരും അവളെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കി. അവൻ മാത്രം അവളുടെ മുഖത്ത് പോലും നോക്കിയില്ല. ഇവൻ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് അവൾ ആ നിമിഷം ഓർത്തു. പതിയെ പതിയെ ബസ്സിലേക്ക് കയറി. തിരിഞ്ഞു നോക്കിയപ്പോഴും അവൻ അവളെ മൈൻഡ് ചെയ്യുന്ന ലക്ഷണമില്ല. അവൾ നിരാശയോടെ ബസ്സിൽ കയറിയിരുന്നപ്പോഴും അവളുടെ നോട്ടം അവനിൽ തന്നെയായിരുന്നു. അവൻ കൂട്ടുകാരോട് സംസാരിച്ച് തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ അവളുടെ നിരാശ വർദ്ധിച്ചു. അവിടെ വരെ വന്നിട്ട് അവൻ തന്നോടൊന്ന് ചിരിക്കുക പോലും ചെയ്യാത്തതിൽ അവൾക്ക് വല്ലാത്ത പരിഭവം ഉണ്ടായിരുന്നു. വണ്ടി എടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് ബാക്കിന്ന് മധുരമായൊരു ശബ്ദം, അമൃത. അവൾ തിരിഞ്ഞു നോക്കി. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആ വിളിച്ചത് ശ്രീദേവായിരുന്നു. ഹായ് ശ്രീദേവ്. അവൾ ആഹ്ലാദത്തോടെ അവനെ അടുത്തേക്ക് വിളിച്ചു. അവന്റെ കയ്യില് ഒരു കവറും ഉണ്ടായിരുന്നു. അവൻ അടുത്തേക്ക് വന്ന് അവളുടെ തൊട്ടടുത്തുള്ള സീറ്റിലിരുന്നു. നീ എന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? ശ്രീദേവ് ചോദിച്ചു. അല്ല, നീ പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ എത്തിയെന്ന്? അവൾ ചുണ്ടുകടിച്ച് എന്തോ ആലോചിച്ചു. അവനതൊന്നും കാര്യാക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അവന്റെ വല്ലാത്ത നോട്ടം കണ്ട് അവള് ചോദിച്ചു. നീ ഇന്ന് കാണാം സുന്ദരിയായിട്ടുണ്ട്. അവൻ അവളുടെ മുഖത്ത് നോക്കി കണ്ണെടുക്കാതെ പറഞ്ഞു. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. അതിന് നീ എന്നെ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അവൾ ചെറുതായി പരിഭവത്തോട് ചോദിച്ചു. പിന്നെ അത് നിന്നെ അറിയിക്കണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ നോക്കി. ഈ തണുപ്പത്തൊരു ഷോള് പോലും എടുക്കാതെയാ നീ പോകുന്നത്? അവൻ ആശങ്കയോടെ അന്വേഷിച്ചു. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ അത് ബാംഗ്ലൂരിലെ ഏറ്റവും തണുപ്പുള്ള സമയമായിരുന്നു. അവളാണെങ്കിൽ ജീൻസും ഒരു ക്രോപ്പ് ടോപ്പും ആധരിച്ചിരിക്കുന്നത്. അവൻ വേഗം അവന്റെ ജാക്കറ്റ് അഴിച്ച് അവൾക്ക് നീട്ടി. ഇത് അവളുടെ ദേഹത്തിട്ടു കൊടുത്തു. നിനക്കിത് എന്തു പറ്റി? അവൾ അമ്പരപ്പോടെ അവനെ നോക്കി ചോദിച്ചു. എന്തെങ്കിലും പറ്റണോ? ഈ തണുപ്പടിച്ച് പോകണ്ടെന്ന് കരുതി എന്ന് പറഞ്ഞ് അവളുടെ കവിളില് തട്ടി. അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. ഇതെടുത്തു വെച്ചോ, കുറച്ച് സ്നാക്സാ, കഴിക്കാൻ മറക്കണ്ട. അവൻ കയ്യിലുണ്ടായിരുന്ന കവർ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ അപ്പോഴും അമ്പരപ്പ് മാറാതെ അവനെ നോക്കി. ശരിക്കും നിനക്ക് എന്തു പറ്റി ശ്രീദേവ്? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. ഇനി പതിവാക്കാവുന്നതല്ലേ ഉള്ളൂ. അവൻ വീണ്ടും ഒരു കുസൃതി ചിരി ചിരിച്ചു. അവൾക്കാണെങ്കിൽ നാണം കൊണ്ട് അവനെ നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നു. നീ ഇത്ര നാളും എന്നെ ചേസ് ചെയ്യലായിരുന്നോ?
ഞാൻ കരുതി ഇനി നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. ഇനി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാം. എന്താ? അവൻ ചിരി മാറാതെ പറഞ്ഞു. അവൾക്ക് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിൽ ശരി, വീട്ടിലെത്തിയിട്ട് വിളിക്കും. വെക്കേഷൻ കഴിഞ്ഞ് കാണാം. അവൻ അതും പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നിന്നു. ബായ്. അവൾ യാത്ര പറഞ്ഞു. അപ്പൊ അവന്റെ മുഖത്തുണ്ടായിരുന്ന ചിരിയെ എന്തു പറഞ്ഞു വിശേഷിപ്പിക്കണമെന്ന് അവൾക്കറിയില്ല. ജീവിതകാലം മുഴുവൻ ഓർക്കാൻ പറ്റുന്ന രീതിയിൽ അത് മനസ്സിൽ പതിഞ്ഞിരുന്നു. അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവളുടെ ഹൃദയം കൂടുതൽ ശക്തമായി ഇടിക്കാൻ തുടങ്ങി. ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കണമെന്ന് അവൾക്ക് തോന്നി. ഹൃദയത്തിൽ പ്രണയത്തിന്റെ പൂനാമ്പ് വിടരുന്നതായി അവൾ അറിഞ്ഞു. അവിടെ ആ പ്രണയം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൾ ആ ചിന്തകളിൽ നിന്നുണർന്നു. ഹലോ ഗൈസ്, നമുക്ക് നേരെ ഫ്രഷ് ആയി സൈറ്റിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവര് ഹോട്ടൽ റൂമിൽ ചെന്ന് ചെക്കിങ് ചെയ്ത് ഫ്രഷ് ആയി നേരെ സൈറ്റിലേക്കാണ് പോയത്. അവിടെ പിടിപ്പത് പണിയുണ്ടായിരുന്നു. ആദ്യം സൈറ്റ് മുഴുവൻ കണ്ട് അതിന്റെ ബ്ലൂ പ്രിന്റ് എടുത്തു. എല്ലാ സ്ഥലത്തിന്റെയും അളവെടുത്ത് രേഖപ്പെടുത്തി വെച്ചു. ഒരുവിധം അളവെടുപ്പ് കഴിഞ്ഞപ്പോഴാ KG ഗ്രൂപ്പിന്റെ ഓണർ മിസ്റ്റർ KG സൈമൺ അവരെ കാണാൻ വന്നത്. ഡിസൈനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെന്ന് കരുതി അവർ അയാളുടെ ചുറ്റിലും നിന്നു. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്ന് എത്തിയതല്ലേ ഉള്ളൂ. സൈറ്റെല്ലാം നിങ്ങൾ കണ്ടില്ലേ? ഡിസ്കഷനൊക്കെ നാളെ. ഇന്ന് നമുക്കൊന്ന് ചില്ല് ചെയ്യാം. ഞാനിവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരണം. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്നാ അമൃതയ്ക്ക് മാത്രം അത് കേട്ടതും ദേഷ്യം വന്നത്. പണിയെടുക്കാൻ വന്നാ അത് മാത്രം ചെയ്താൽ പോരെ. ഇവർ പറയുന്നതെല്ലാം കേൾക്കാൻ വേണം. അവൾക്ക് നല്ല ദേഷ്യം വന്നു. ഇതൊന്നും ചോദിക്കാനോ പറയാനോ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് അവളൊന്നും മിണ്ടിയില്ല. അവിടെ പോയി തല കാണിച്ച് തിരിച്ചു പോരാന്ന് കരുതി അവൾ പാർട്ടിക്ക് പോയി. മിസ്റ്റർ KG പാരമ്പര്യമായി റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അയാൾക്ക് അമൃതയെക്കാളും 1-2 വയസ്സ് മാത്രമേ കൂടുതലുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അദ്ദേഹം ആ മേഖലയിൽ പേരെടുത്തു കഴിഞ്ഞിരുന്നു. പാരമ്പര്യമായി കിട്ടിയ എല്ലാ പ്രോപ്പർട്ടികളും ദിനം പ്രതി അതിന്റെ വരുമാനം ഉയർത്തിക്കൊണ്ടിരുന്നു. ഹായ് അമൃത, നമ്മുടെ പ്രോപ്പർട്ടി കണ്ടില്ലേ? എങ്ങനെയുണ്ട്? സൈമൺ അമൃത ഇരുന്ന കസാരയ്ക്ക് എതിരെ വന്നിരുന്ന് കുശലാന്വേഷണം നടത്തി. യെസ് മിസ്റ്റർ സൈമൺ, വളരെ നല്ല പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾക്കത് വളരെ നന്നായി തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അമൃത മറുപടി പറഞ്ഞു. അവൾ ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് മാറിയിരിക്കുമായിരുന്നു. അപ്പോഴാ സൈമൺ അവളുടെ അടുത്ത് വന്നിരുന്നത്. ബൈ ദ വൈ, ആദ്യമായിട്ടാണോ ബാംഗ്ലൂർക്ക് വരുന്നത്? അല്ല, ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്തത് ഇവിടെയാണ്. ബാംഗ്ലൂർ വിദ്യാജി യൂണിവേഴ്സിറ്റി നിന്നാണ്. ആഹാ, അപ്പൊ ബാംഗ്ലൂരൊക്കെ നന്നായി അറിയേണ്ടതാണല്ലോ. കൊറേയൊക്കെ. അമൃത അത് പറഞ്ഞു ചിരിച്ചു. എന്തായാലും അമൃത ഇന്ന് തന്നെ പരിചയപ്പെട്ടത് നന്നായി. ബാംഗ്ലൂർ വിദ്യാജി യൂണിവേഴ്സിറ്റി പഠിച്ച എന്റെ ഒരു സുഹൃത്തുണ്ട്. നാളെ ആ ആളുടെ വിവാഹമാണ്. അതിനും കൂടെ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആളിത്തിരി ഫേമസ് ആണ്, ചിലപ്പോ കണ്ടു കാണും. സൈമൺ പറഞ്ഞുകൊണ്ടിരുന്നു. അമൃത അയാളുടെ സംസാരാണെങ്കിൽ അധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നോ? സൈമന്റെ ശബ്ദം പെട്ടെന്ന് ഉയർന്നു. പിന്നല്ലാതെ, നിനക്ക് സുഖല്ലേ? വാതിൽക്കൽ നിന്നുള്ള ഏതോ പരിചിതമായ ശബ്ദം അമൃത കേട്ടു. പക്ഷേ അവൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ മെനക്കെട്ടില്ല. ശരത്ത് പറഞ്ഞു, നീ ഇവിടെ ഏതോ സുന്ദരിയുമായി കത്തി വെച്ചിരിക്കുന്നുണ്ടെന്ന്. ആരാ ആള്? എനിക്കും കൂടെ പരിചയപ്പെടുത്താമോ? ശ്രീദേവിന്റെ ശബ്ദം അവളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി. അവൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന് അവൾ അത്ഭുതപ്പെട്ടു. അവൾക്ക് അവിടുന്ന് ഓടിപ്പോയാൽ മതിയെന്ന് തോന്നി. ശ്രീദേവിന്റെ വിവാഹം ഇവിടെ വെച്ചാണെന്ന് അവൾ ഉറപ്പിച്ചു. സൈമൺ അപ്പൊ നേരത്തെ പറഞ്ഞതും അവനെക്കുറിച്ചാകുന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്നാണ് അമൃതയെ ശ്രീദേവ് കണ്ടത്. അവന്റെ മുഖം ഒരു നിമിഷത്തേക്ക് ഇരുണ്ടു. അവനും സ്വപ്നത്ത് പോലും അവളെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്നുള്ള അങ്കലാപ്പിൽ അവളോട് എന്തു പറയണമെന്നറിയാതെ അവൻ കുഴങ്ങി. സമീപനം വീണ്ടെടുത്ത് അവൻ ചോദിച്ചു, ഇതാണോ ശരത്ത് പറഞ്ഞ പെൺകുട്ടി? അവൾക്കാണെങ്കിൽ അവനെ നോക്കി ചിരിക്കണോ വേണ്ടയോ ഒന്നും അറിയില്ലായിരുന്നു. ശരത്ത് പറയുന്നൊന്നും നീ കേൾക്കണ്ട. സൈമൺ ഒരു സിപ്പ് എടുത്തതിനു ശേഷം തുടർന്നു, ഇതെന്റെ ഡിസൈനറാ. ഞങ്ങൾ ഇവിടെ പുതുതായി തുടങ്ങാൻ പോകുന്ന റെസ്റ്റോറന്റിന്റെ ഡിസൈനർ. ഇന്ന് വൈകിട്ട് കൊച്ചിന്ന് എത്തിയതേ ഉള്ളൂ. ശ്രീദേവ് അവളെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. നിനക്ക് പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവൾ വിദ്യാജി യൂണിവേഴ്സിറ്റിന്നാ ഇന്റീരിയർ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തത്. പേര്? സൈമണിന് പെട്ടെന്ന് അവളുടെ പേര് നാവില് വന്നില്ല. അമൃത രാജീവ്. ശ്രീദേവ് അത് പൂരിപ്പിച്ചു. സൈമൺ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണല്ലേ? ഇനിയിപ്പൊ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ അറിയും അല്ലേ അമൃത? ശ്രീദേവ് അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഒരു സിപ്പെടുത്ത് മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചു. വാട്ട് എ കോയിൻസിഡൻസ്. സൈമണിന് ആശ്ചര്യം അടക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ തമ്മിൽ എത്ര കാലമായിട്ട് അറിയാം? അത് പിന്നെ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അമൃത ശ്രീദേവിന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഓക്കെ, അപ്പൊ പിന്നെ നാളെ ശ്രീദേവിന്റെ വിവാഹത്തിന് പോകാമല്ലോ. പഴയ പരിചയക്കാർക്ക് പരിചയം പുതുക്കാം. അത് കേട്ടതും അമൃതയ്ക്ക് ആകെ കൂടെ ഒരു വല്ലായിക തോന്നി. അതൊന്നും ശരിയാവില്ല. എനിക്കാകെ 3 ദിവസം ഇവിടെ ഉള്ളൂ. അതിനുള്ളിലെ ജോലികൾ തീർത്ത് തിരിച്ചു പോണം. അമൃത കേട്ടപാടെ മറുപടി പറഞ്ഞു. കമോൺ അമൃത, ഞാനല്ലേ നിങ്ങളുടെ ക്ലയന്റ്. നാളെ നിങ്ങൾ ജോലി ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞ പോരെ. പിന്നെ പണികൾ തീർക്കാൻ ഒരു ദിവസം കൂടെ നിൽക്കണം, അത്രയല്ലേ ഉള്ളൂ. സൈമൺ അവളെ നിർബന്ധിച്ചു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാകും. അവൾ ആ ക്ഷണം നിരസിക്കാൻ ശ്രമിച്ചു. സൈമൺ, അവർക്ക് വേറെ തിരക്കുണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട. ശ്രീദേവ് സൈമണിനെ തടഞ്ഞു. കുറെ കാലം മുമ്പുള്ള പരിചയല്ലേ, അതായിരിക്കും അമൃതയ്ക്ക് മടി. അതൊന്നും പ്രശ്നമില്ല അമൃത, ശ്രീദേവ് നമ്മുടെ സ്വന്തം ആളാണ്. സൈമൺ അവനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. പിന്നല്ലാതെ, വരേണ്ടവർക്കെല്ലാം വരാം.
അവിടെ ആരും ഇൻവിറ്റേഷൻ കാർഡൊന്നും ചോദിക്കില്ല. ഇനിയിപ്പോ ചോദിച്ചാൽ തന്നെ സൈമൺ ടു കൂടെ വന്നതാന്ന് പറഞ്ഞാൽ മതി. ശ്രീദേവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ അമൃതയ്ക്ക് ആ തമാശ തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. എനിക്ക് വരാൻ താല്പര്യമില്ല, ഞാൻ എന്തിന് വേറെ ആരുടെങ്കിലും കൂടെ വരണം? അമൃത ദേഷ്യത്തിൽ ചോദിച്ചു. ഹേ കൂൾ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ, കാര്യമായിട്ട് എടുക്കണ്ട. ശ്രീദേവ് അമൃതയെ നോക്കി പറഞ്ഞു. ഞാൻ എന്തിനു സീരിയസ് ആയിട്ട് എടുക്കണം? എനിക്കൊരു പ്രശ്നവുമില്ല. അവൾ എത്ര ശ്രമിച്ചിട്ടും ഉള്ളിലെ അനിഷ്ടം പുറത്തു വന്നോണ്ടിരുന്നു. ഇവിടെ വെച്ച് ഇപ്പൊ ശ്രീദേവിനെ കാണുന്നുള്ളത് അമൃത വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവിടുന്ന് പോയാ മതിയെന്നായി. ശ്രീദേവിന്റെ വിവാഹത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും അവളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഓർമ്മകളിൽപ്പെട്ട് അവൾക്ക് തല കറങ്ങാൻ തുടങ്ങി. അവളുടെ സമനില തെറ്റിപ്പോവെന്നുവരെ അവൾ സംശയിച്ചു. ചുറ്റുമുള്ള ആൾത്തിരക്കും കോലാഹലമൊന്നും അവൾ കേൾക്കുന്നേയില്ല. എന്തിനാ വീണ്ടും വീണ്ടും തന്റെ ജീവിതം തന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ആലോചിച്ച് അവൾ ഇരുന്നു. സ്വയം ജീവിതത്തെ ശപിച്ചുകൊണ്ട് അവൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചാൽ നമ്മുടെ ഈ ഭാഗം അവസാനിക്കുന്നത്. നെക്സ്റ്റ് പാർട്ടായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്